നമസ്കാരം, ഞാൻ ഡോക്ടർ വിസ്മയ ദാമോദരൻ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് രോഗികളെ പറ്റിയോ രോഗത്തെ പറ്റിയോ അല്ല. എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാ പാരൻസും കുട്ടികളും ഒരുപോലെ ചോദിക്കുന്നത്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇനി 10 കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഞാൻ എന്തെടുത്ത് പഠിക്കണം, ഞാൻ ഏത് കോഴ്സ് എടുക്കണം, എന്തെടുത്ത് പഠിച്ചാലാണ് എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടുക, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ, അതായത് ഇപ്പം ഞാൻ തന്നെ ഒരു റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ്. പെട്ടെന്ന് ആ റോഡ് 4 or 5 റോഡുകളായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് നേരെ എൻ്റെ മുന്നിലുള്ള 4-5 റോഡിൽ നിന്ന് ഒരു വശത്ത് നിന്ന് ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അയാളോട് ചോദിക്കുകയാണ്, ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ഉത്തരം തരിക? നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ പറയാണ്, എങ്ങോട്ട് പോയാലും പ്രശ്നമില്ല, എനിക്കൊരു സ്ഥലത്ത് പോയാൽ മതി എന്നാണ് നമ്മൾ എഗെയിൻ ചോദിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് അയാളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു വഴി അവിടെ കാണിച്ചു തരും. അത് നിങ്ങളുടെ താല്പര്യമോ നിങ്ങളുടെ ആഗ്രഹമോ എന്താ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതായത് നമ്മൾ ഒരാളോട് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവരെന്ത് പറഞ്ഞുതരും? അവർക്ക് അവരുടേതായ മികച്ച ഒരു വഴി നമുക്ക് കാണിച്ചു തരും. അത് നമുക്ക് മികച്ചതാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യസ്ഥാനം, നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതാണല്ലേ പ്രശ്നം. അപ്പോൾ നമുക്കുള്ള എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ സ്കിൽസ്, നമ്മുടെ പാഷൻ, നമ്മുടെ ആഗ്രഹങ്ങൾ ഇതൊക്കെ കൂട്ടി ആലോചിച്ച് ഞാൻ എങ്ങോട്ട് പോകണം, അതായത് ഞാൻ എന്താവണം, അതായത് എനിക്ക് ഡോക്ടർ ആവണോ, എനിക്ക് സയൻറ്റിസ്റ്റ് ആവണോ, എനിക്ക് എൻജിനീയർ ആവണോ, അങ്ങനെ നമുക്ക് എന്താവണം എന്നുള്ളൊരു നിഗമനത്തിലെത്തുക. എന്നിട്ട് ഞാൻ സയൻറ്റിസ്റ്റ് ആവാൻ എന്ത് പഠിക്കണം, ഇനി ഞാൻ എൻജിനീയർ ആവാൻ എന്ത് പഠിക്കണം, അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിരുന്നവർ നമുക്ക് പറഞ്ഞുതരും, ഇങ്ങനെ എടുത്താൽ ഇതായിരിക്കും മികച്ച രീതി, അതായത് ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന രീതിയിലാകാം, ഇതൊരു കറക്റ്റായിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്താകണം എന്നുള്ളൊരു താല്പര്യം നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ സ്കിൽസും നമ്മുടെ പാഷനും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾ കുത്തിയിരുന്ന് ആലോചിക്കുക. എന്നിട്ടും നമുക്കൊരു സപ്പോർട്ട് വേണമെന്ന് ആണെങ്കിലും നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി നമ്മുടെ കരിയർ ഗൈഡൻസ് ഒക്കെ നോക്കി നമുക്ക് അവരുടെ ഗൈഡൻസ് പ്രകാരം നമുക്കൊരു ഐഡിയ കിട്ടും എവിടേക്കാണ് പോകേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് എൻജിനീയറിങ്ങിനാണ് ഇപ്പോൾ താല്പര്യമെങ്കിൽ തന്നെ ഏത് എൻജിനീയറിങ് കോഴ്സ് എടുത്താലാണ് എനിക്ക് മികച്ച രീതിയിൽ എത്താൻ പറ്റുക എന്നുള്ളൊരു കറക്റ്റായിട്ടൊരു ഉത്തരം കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സഞ്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് +2 കഴിഞ്ഞ് 10 കഴിഞ്ഞ് ഇനി ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എനിക്ക് ഇന്നതാകണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ടുള്ളൊരു ഉത്തരവും അതുപോലെ തന്നെ നമുക്കൊരു ലക്ഷ്യസ്ഥാനവും നമുക്കൊരു ജീവിതത്തിലൊരു വിജയവും കിട്ടുള്ളൂ കേട്ടോ. ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. താങ്ക് യു.